നമസ്കാരം. ഓരോ ഓണക്കാലത്തും മദ്യവിൽപ്പനയിൽ പുതിയ റെക്കോർഡുകൾ ഭേദിക്കുന്ന പതിവ് ബിവറേജസ് കോർപ്പറേഷന് ഇത്തവണയും ആവർത്തിക്കുമോ എന്നാണ് ഏവരും നോക്കുന്നത്. വിൽപ്പനയിലെ റെക്കോർഡ് സംബന്ധിച്ച വിവരം അറിയാൻ ഓണം കഴിയണമെങ്കിലും ജീവനക്കാർക്കുള്ള ബോണസിൽ ബിവറേജ് കോർപ്പറേഷൻ എന്തായാലും റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ജീവനക്കാർക്ക് 95,000 രൂപ വരെയാണ് ജീവനക്കാർക്ക് ബോണസായി നൽകുന്നത്. കഴിഞ്ഞ വർഷം 90,000 രൂപയായിരുന്നു ബോണസ്. എന്നാൽ ഇത്തവണ സർവകാല റെക്കോർഡ് നിരക്കിലേക്കാണ് എത്തിയിട്ടുള്ളത്. മദ്യവിൽപ്പനയിലൂടെ 5,000 കോടിയിലേറെ രൂപയാണ് നികുതി ഇനത്തിൽ മാത്രം സർക്കാരിന് ലഭിക്കുന്നത്. ഇതിന്റെ ഒരു വിഹിതം ബോണസായി ജീവനക്കാർക്കും നൽകുന്നുണ്ട്. എന്തായാലും ഓണത്തിന് മുമ്പ് തന്നെ ബിവറേജ് കോർപ്പറേഷൻ ജീവനക്കാർക്ക് ബമ്പർ അടിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്ക് ബോണസ് നൽകുന്നതിന് സർക്കാരിന് ഒരു പരിധിയുണ്ട്. ഇതിനെ മറികടക്കാനായി പെർഫോമൻസ് ഇൻസെന്റീവ്, എക്സ് ഗ്രേഷ്യ എന്നിങ്ങനെ വേർതിരിച്ച് ഒരുമിച്ച് നൽകാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഔട്ട്ലെറ്റിലും ഓഫീസിലുമായി 5,000 ജീവനക്കാരാണ് ബെവ്കോയ്ക്കുള്ളത്. സ്വീപ്പർ തസ്തികയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 5,000 രൂപ ബോണസ് നൽകാനും എക്സൈസ് മന്ത്രിയുടെ ചേംബറിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതേസമയം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,000 രൂപ ബോണസ് നൽകാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ബോണസിന് അർഹതയില്ലാത്തവർക്കും പ്രത്യേക ഉത്സവ ഭത്തയായി 2,750 രൂപയും നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്തയായി 1,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് 6,000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവ ഭത്ത ലഭിച്ച കരാർ, സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവ ഭത്ത ലഭിക്കും. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്തേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം. കഴിഞ്ഞ വർഷം അനുവദിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഇത്തവണയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് തൊഴിലാളികൾക്കായി 67 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പരമ്പരാഗത മേഖലയിലെ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇൻകം സപ്പോർട്ട് സ്കീം പ്രകാരം 45 കോടി രൂപയാണ് അനുവദിച്ചത്. കയർ, കൈത്തറി, ഖാദി, ബീഡി ആൻഡ് സിഗർ, മത്സ്യം, ഈറ്റ, പനമ്പ് തുടങ്ങിയ മേഖലകളിലെ 4,47,451 തൊഴിലാളികൾക്കാണ് ഓണക്കാലത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന 398 കശുവണ്ടി ഫാക്ടറികളിലെ 14,647 തൊഴിലാളികൾക്ക് 2,250 രൂപ നിരക്കിൽ ഓണക്കാലത്ത് ധനസഹായം ലഭിക്കും. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡിന് അവശതാ പെൻഷൻ വിതരണത്തിനായി 2 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കയർ സ്ഥാപനങ്ങൾ, തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾക്ക് 2,14,64,000 രൂപ എക്സ് ഗ്രേഷ്യ ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. 10,732 തൊഴിലാളികൾക്ക് ഈ ഓണക്കാലത്ത് 2,000 രൂപ വീതം എക്സ് ഗ്രേഷ്യ ധനസഹായം ലഭിക്കും.